നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനുഗ്രഹസമാധാനവും ചെയ്യുന്ന ഓരോ സംരംഭത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. കർത്താവ് പഠിപ്പിക്കുന്നത് അത് അനുസരിക്കാൻ തന്നെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിഷ്ടനായ നമ്മുടെ പിതാവ് ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്ന് അറിയിച്ച കർത്താവേ, അങ്ങയുടെ സഹായത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. അതിനായി ഞങ്ങൾ സ്ഥാപിക്കുന്ന ഈ അടിസ്ഥാനശിലയെയും അതിൽ നിക്ഷേപിക്കുന്ന വിശുദ്ധ വസ്തുക്കളെയും ഭവനത്തിൻ്റെ പണി സമഗ്രത പുരോഗമിക്കുവാൻ പൂർത്തിയാക്കുവാൻ സഹായിക്കും. നിർമ്മാണഘട്ടത്തിലുണ്ടാകുവാൻ ഇടയുള്ള എല്ലാ അധ്വാനിക്കുന്നവരുടെ സഫലമാക്കുകയും സർവ്വവിധ അപകടങ്ങളിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം എന്നും സമയമായിരിക്കുന്നു. സാന്നിധ്യവും ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഹൃദയമായിട്ട് ക്രിസ്ത്യാനികളുടെ സാന്നിധ്യവും അനുഭവപ്പെടുവാൻ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കണം. പുള്ളി വെച്ചോട്ടെ. കറക്റ്റായിട്ട് പിടിച്ചിട്ട് കേക്ക് ഓടിച്ചാൽ അങ്ങനെ ഒരെണ്ണം കൂടെ വെച്ചു ബിജു വെയിറ്റിൻ്റെ പിടിക്കണം കേട്ടോ. സെയിം ഡയറക്ഷനിൽ തന്നെ വെച്ചോട്ടാ. നീ കറക്റ്റ് ചെയ്തോളൂ. പരിക്കിട്ട് കഴിഞ്ഞിട്ട് അത് വെച്ചാൽ മതി. കുരിശ് വെച്ചാൽ മതി. ആ വെച്ചോളാം. മേലെ മേലെ സെൻട്രൽ ആ ഗ്യാപ്പില്ലേ ബിജു?
അപ്പോൾ അവിടെ വെച്ചോട്ടെ കേട്ടോ. കല്ലിൻ്റെ ജോയിൻ്റില്ല. ബിജു മരിക്കണ്ടായിരിക്കും കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും ഞാൻ കുടിച്ചിട്ടുണ്ടോ പരിക്കിനെ അവിടെ